അടുത്ത് വരുന്നത് ഗിയർ സിസ്റ്റം. നല്ലതായിട്ട് കാണാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ മൊത്തം നമുക്ക് 10 ഗിയർ ഉണ്ട്. റിവേഴ്സ് സി എന്ന് പറയുന്ന ലോഡ് ഗിയർ അല്ലേ? ഇതിൽ ആദ്യം 2 ന്യൂട്രൽ ഉണ്ട്. ഈ 3ന്റെ 4ന്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ വരും. ഈ 5ന്റെ 6ന്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ വരും. അപ്പൊ ആ സമയത്ത് ഇത് റിവേഴ്സ്, അതായത് ഇതിന്റെ ഒരു തള്ളോടെ തള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് പ്രസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ വരും. അതേപോലെ തന്നെ ആ റിവേഴ്സ് ഗിയറിന്റെ നേരെ താഴെ ഇരിക്കുന്നതാണ് സി ഗിയർ. സി ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൗളിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റാത്ത കയറ്റങ്ങളൊക്കെ കയറാൻ വേണ്ടി വളരെ സ്പീഡ് കുറഞ്ഞാണെങ്കിലും കയറ്റം കയറും. ഏത് കയറ്റം ലോഡ് കൊണ്ട് കയറാൻ വേണ്ടിയുള്ളൂ, കാലി കയറാൻ ലോഡ് കൊണ്ട് കയറാൻ വേണ്ടിയുള്ള ഗിയറാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത് വന്ന് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആ സെക്ഷൻ കഴിഞ്ഞാൽ നേരെ അടുത്ത ഗിയറിലേക്ക് പോകാൻ വേണ്ടി ഈ സൈഡിലോട്ട് ചെറിയൊരു തട്ട് കൊടുക്കുക. തട്ട് കൊടുക്കുന്ന പിടിച്ചിട്ടാലും വീഴും, ഇങ്ങനെ തട്ടിയിട്ടാലും വീഴും. ഇപ്പൊ 2ാമത്തെ സൈഡ് ന്യൂട്രൽ വന്നു. അവിടെ നേരെ മുന്നോട്ട് തള്ളി കഴിഞ്ഞാൽ 5ാമത്തെ ഗിയർ, നേരെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ 6, വീണ്ടും സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ 7, 8, അങ്ങനെ 10 ഗിയർ ഇടാം. ഓക്കെ. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നമ്മുടെ വണ്ടി കാലിക്കാണെങ്കിൽ നമുക്ക് ഏത് ഗിയർ സ്റ്റാർട്ട് ചെയ്യാം? നമ്മുടെ സാറിന് 3ാമത്തെ ഗിയറിലാണ് വണ്ടി. 3ാമത്തെ ഗിയർ വണ്ടി എടുത്താൽ ഈസി ആയിട്ട് വരും. ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് എടുക്കാം. അപ്പൊ ലോഡൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇടും, സെക്കൻഡ് ഇട്ടാലും കുഴപ്പമില്ല, തേർഡ് ഇട്ടാലും വിഷയമൊന്നുമില്ല. ആ വണ്ടി മൂവ്മെന്റ് ആവും. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് നമുക്ക് അതിന്റെ പരുവം പോലെ ഇടാന്നുള്ളൂ. പക്ഷേ ഈ 10 നമ്മൾ കേൾക്കുമ്പോൾ ഈ 10 ഗിയർ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ കേൾക്കുമ്പോൾ ഇത്രയും ഗിയർ എങ്ങനെ ഇടുന്നൊക്കെ ഒരു ഇത് കാണും. പക്ഷേ ഒരു പാടുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയർ സിസ്റ്റമാണ് ഇതിന്റെ. ഇത് വണ്ടിക്ക് ആകപ്പാട് ഇച്ചിരി നീളവും വലുപ്പവും ഒക്കെ ഉള്ളത് മാത്രം നോക്കി, അല്ലാണ്ട് ഇതിന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ലിഫ്റ്റ് ആക്സിലാണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അതൊക്കെ ഒന്ന് വണ്ടി ഒന്ന് കൈ കെട്ടി ഒന്ന് പരിചയമായ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് സമയത്ത് നമ്മൾ ലിഫ്റ്റ് ആക്സിൽ ഓർത്ത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റോഡ് യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ ചില വണ്ടിയുടെ ഈ നിങ്ങൾ എല്ലാവരും ലിഫ്റ്റ് ആക്സിൽ വണ്ടി കണ്ടിടും. കാരണം ടയർ ഉയർന്നു നിൽക്കുന്ന ഇപ്പം നമ്മുടെ നിരത്തുള്ള ഇഷ്ടം പോലെ ഇതുപോലെ ട്രക്കുകൾ പോകുന്നതുകൊണ്ട് കാണാൻ സാധിക്കും. അതിന്റെ ചില അലൈൻമെന്റ് തെറ്റി ഇങ്ങനെ കോൺ തെറ്റിയൊക്കെ ഇരിക്കുന്നതാണ്. അതിന്റെ കാരണം അവരിത് ഓർക്കാതെ വലിയ വലിയ വളവുകൾ എടുക്കുകയും വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങാതെ ഇരുന്നിട്ട് അതിന്റെ നല്ല ലോഡിൽ അത് പിടിക്കുമ്പോൾ അതിന് അലൈൻമെന്റ് തെറ്റുന്നതാണ് അതിന് വല്ലാണ്ടിരിക്കുന്നത്. അതേസമയം ഈ വണ്ടി അത്ര പ്രശ്നം വരുന്നത് കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന കാരണം അത്രയും പ്രശ്നം വരുന്നത്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എയറിൽ വർക്ക് ആവുന്ന ക്ലച്ചും എയറിൽ വർക്ക് ആവുന്ന ഗിയറുമാണ് ഇപ്പൊ ഈ വണ്ടിയിലുള്ളത്. അതെ, എല്ലാ വണ്ടിയിലും അങ്ങനെ ഉണ്ടാവും? ഇല്ല, പഴയ വണ്ടികളിലൊന്നും എയർ ക്ലച്ച് വരുന്നില്ലല്ലോ. ഇത്ര ഹെവി വണ്ടികളിലെല്ലാം പഴയ വണ്ടികളിൽ എയർ ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഫ്ലൂയിഡ് ആണ് ക്ലച്ചും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ അടുത്തിറങ്ങുന്ന വണ്ടികളെല്ലാം ആദ്യം ക്ലച്ച് എയർ ക്ലച്ച് വന്നു. അത് കഴിഞ്ഞപ്പോ ഇതിന്റെയൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർ ഔട്ട് ആവുന്ന ഇങ്ങോട്ട് സൗണ്ട് കേട്ടോ. ഓരോ ഗിയർ ചേഞ്ചിലും സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഓരോ ഗിയർ ചേഞ്ച്. അപ്പൊ ഈ ഇതിന്റെ ഒരു ഉപയോഗം അതിരിക്കുന്ന ഇത്രയും ഹെവി ആയിട്ടുള്ള ഇതിനകത്തിൽ അതെല്ലാം ഈസി ആക്കാൻ വേണ്ടിയായിരിക്കും. വളരെ ഫ്രീ ആയിട്ട് ഗിയർ എല്ലാം വീഴുന്നുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ മസിൽ പിടിക്കുകയോ അതിന് വൈബ്രേഷനോ ഒന്നുമില്ല.